ലൈഫിനെ കുറിച്ച് അത് ഇങ്ങനെ പെണ്ണുണ്ടോ സുഖാണോ സിംഗിൾ ആണോ അതന്നെ ചോദിക്കാനുള്ളൂ. വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അല്ലേ? ഞങ്ങൾക്ക് ഇല്ലാത്തതിനെ പറ്റി മാത്രം എന്തിനാ ചോദിക്കണേ, ഉള്ളത് ചോദിക്കൂ. ഹായ് ഗായ്സ്, അപ്പൊ നമ്മളിതാ Q&A വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ കുറെ ആയി. മെയ് 19 ഇടാന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് ഇടാൻ കഴിഞ്ഞില്ല. നമ്മളിപ്പോ ഇതാ നമ്മൾ 100K സെലിബ്രേഷൻ ആയിട്ട് നമ്മൾ മൂന്നാർ കാസിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് തന്നെ ഈ ഒരു വീഡിയോ ഇറക്കാന്ന് വെച്ചു. മൂന്നാർ കാസിലിന്റെ ഡീറ്റെയിൽസ് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാം, സ്റ്റേ ഒക്കെ. അപ്പൊ നമുക്ക് നേരെ Q&Aയിലോട്ട് പോവാം, അധികം ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ Q&Aയിൽ നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് വന്നില്ല. നമ്മളിപ്പം അക്കൗണ്ട് ഏകദേശം തുടങ്ങിയത് 3rd ഇയർ ആവാൻ 3 കൊല്ലം പോകണുള്ളൂ. ഈ മെയ്യിൽ കഴിഞ്ഞു, 3 കൊല്ലമായി, 3-2 കൊല്ലറ്റായി. 2021 തുടങ്ങിയ, സോറി. അപ്പൊ നമുക്ക് Q&Aയിൽ പോട്ടോ. Q&Aയിൽ ചോദിച്ചിരിക്കുന്ന ആദ്യം ബ്രോക്കോട്ടിന്റെ പ്ലേസ് എവിടെയാന്നാണ്. പറഞ്ഞു കൊടുക്കുക, ബ്രോക്കോട്ടിന്റെ പ്ലേസ് എവിടെയാ? കലാട്ടമുക്ക് ഏത് ജില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്ക്. മലപ്പുറം ജില്ലയിൽ മലപ്പുറത്ത് കലാട്ടമുക്കിലാട്ടോ നമ്മളെ വീട്. അത് നിയർ ടു മമ്പുറം പള്ളിയൊക്കെ ആയിട്ട് വരും. പറഞ്ഞു കൊടുക്കും. ഇവൻ എന്റെ നാട്ടിലുള്ളതാട്ടോ. നമ്മളെ ചങ്കാണ്, സെയ്ദ് ഷാ. ആൻഡ് ബ്രോക്കോട്ടെ പ്ലേസ് എവിടെ? ഇപ്പൊ കല്യാട്ടമുക്കാട്ടോ മലപ്പുറം. പിന്നെ കല്യാണം കഴിഞ്ഞില്ല, എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോന്ന്? നമ്മളങ്ങനെ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യുന്നില്ല, ഇതൊക്കെ തന്നെയാണ് നമ്മളെ വർക്ക്. നമ്മൾ പാർട്ട് ടൈം ആയിട്ട് പണ്ട് കാറ്ററിങ്ങിനൊക്കെ പോയിരുന്നു. അപ്പൊ ആ ഫീൽഡിൽ നമ്മളിപ്പോൾ പ്രൊമോഷൻസ് കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ബ്രോ, ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പിയാണ്, ഇവിടെ ചില്ലാട്ടോ ആക്ച്വലി. പിന്നെ ഹൗ ആർ യു? ഐ എം ഫൈൻ. എക്സ് ഉണ്ടോ? എക്സ് ഇല്ല. പിന്നെ 500 രൂപ തന്ന ഒരു പ്രൊമോഷൻ തരുമോ? ഓ, പ്രൊമോഷൻ ഓൾവേസ് വെൽക്കം. പിന്നെ മോസ്റ്റ് ക്രിഞ്ച് തിങ് യു എവർ ഡിഡ്? അങ്ങനെ കുറെ ക്രിഞ്ച് സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് അല്ലേ. എൻ്റെ റീൽസ് ഒക്കെ കുറെ ക്രിഞ്ചാന്നാണ് എല്ലാവരും പറയാറ്. പിന്നെ നമ്മൾ കുറെ അങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് കുറെ ചളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ചെയ്യാ. മോസ്റ്റ് ക്രിഞ്ച് ആട്ടോ. മോസ്റ്റ് ക്രിഞ്ച് ആയിട്ട് എനിക്ക് എന്താ തോന്നുന്നത്, നമ്മൾ പണ്ടൊരു പ്രപ്പോസലൊക്കെ നടത്തിയിട്ടുണ്ട്, അത് ഭയങ്കര ക്രിഞ്ചായി തോന്നുന്നുണ്ട്. ഇക്ക, നിങ്ങൾക്ക് ഏജ് എത്രയാണ്? എത്ര ഉണ്ടാവും? അതെ, 25 ആട്ടോ ഏജ്. നമ്മളൊക്കെ 90s കിഡാണ്. വാട്ട്സ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? ഒരു കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയണം. പെട്ടെന്ന് ലൈവ് ഇടും. ലൈവ് നമ്മൾ ഇടാം, നമ്മൾ ഇട്ടിട്ടില്ല. ഒരു ഹിന്ദി എന്ന് ആലോചിച്ചാൽ ആ സിംഗിൾ ആണ്. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? അതൊക്കെ തന്നെ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോബൊക്കെ ആയിട്ട് ഫാമിലി സെറ്റപ്പ് ആയിട്ട് ഇങ്ങനെ പോവാം. പൈസ ഇങ്ങനെ കൂടുകയല്ലോ, പെണ്ണ് കിട്ടാൻ സാധ്യത കുറഞ്ഞുകൊണ്ട് വരികയാണ്. മച്ചാനെ സുഖമല്ലേ? സുഖമാണ്. എനിക്ക് ഇതല്ലാണ്ട് വേറെ പണിയൊന്നുമില്ലേ? അപ്പൊ ഇതിലിപ്പോ ആരെങ്കിലും ഒക്കെ ഇടണ്ടല്ലേ? ആസ്ക് ഇടണ്ടേ അശ്മേ? ഇടണം. അൻസിൽ സുൽത്താന്, ബിടെക് വായ ഷെബിൻ ഒക്കെ എങ്ങനെ പരിചയപ്പെട്ടത്? ആക്ച്വലി നമ്മളങ്ങനെ റാൻഡായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് പരിചയപ്പെട്ടാണ്. ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ആയിട്ടാണ് ഇവരൊക്കെ വന്നത്. ടിക്ടോക്ക് എന്നുള്ള പരിചയമാണ് അൻസിലൊക്കെ. പിന്നെ ഇൻസ്റ്റയിലൊക്കെ എത്തിയപ്പോൾ പിന്നെ ബിടെക്കൊക്കെ നമ്മൾ നിയർ ആയിട്ടുള്ളതെന്നൊക്കെ കാരണം അങ്ങനെ നമ്മൾ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. വന്നാൽ വ്ളോഗ് എടുക്കും, കറങ്ങാൻ പോകും, ഫിലിമിനും, അങ്ങനെ കട്ടായി. ഷെബിന് പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ ഉള്ളതാണ്, എൻ്റെ നിയറസ്റ്റ് അങ്ങാടിയിലുള്ളതാണ്. ലൈക്ക് നമ്മളൊക്കെ ഇങ്ങനെ റീൽസിന്റെ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക കണക്ട് ചെയ്യാൻ പറ്റി. ആ ബോണ്ട് എപ്പോഴും കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. സിംഗിൾ ആണോ ചേട്ടാ? അതെ. ഇത് സിംഗിൾ ആണോ? ഇപ്പൊ എന്നും സിംഗിൾ ആണല്ലോ. പിന്നെ അതെ. നമുക്ക് ക്യാമറ എടുക്കുന്ന ആശിമാട്ടോ, ആശിമ നമ്മൾ കാണിച്ചു തരും. ഹൗ ആർ യു ഫ്രം? നോ, എന്താ ഹൗ ആർ യു? ഫൈൻ. ഫ്രം മലപ്പുറം. കമ്മിറ്റഡ് ആണോ? എല്ലാം. ഇവരൊക്കെ സിംഗിൾ ആണ് ചോദിക്കുന്നവരൊക്കെ താല്പര്യം ഉണ്ടോ ചോദിക്കണോ? ബ്രോ സുഖല്ലേ ബ്രോ? ഏത് ഫോണാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്? ഇതാണ് കേട്ടോ നമ്മൾ ആദ്യം റീൽസ് എടുക്കാൻ തുടങ്ങിയതാണ് ഈ ഫോണ്. ഇത് 7+ ആണ്. ഇതിന് ക്യാമറ ഔട്ടായി ഇപ്പം, നമ്മൾ നിലത്തൊക്കെ വീണ് അങ്ങനെ. ഞാൻ അപ്പോൾ അത് വൃത്തിയിൽ കൊണ്ടെടുക്കുന്നുണ്ട്. ക്യാമറ മാറ്റാൻ കുറച്ച് ഇനി അത് മാറ്റണ്ടെന്നാണ് പറഞ്ഞത്, ബോർഡൊക്കെ മാറ്റിയിട്ട്. അപ്പം നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് 14 Pro Max ആണ്. ഇതിലാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ. ഒരു 12 Pro Max ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ട് നമ്മൾ ഇതെടുത്തതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട്. ഇൻഷാ അല്ലാ. നമ്മളിപ്പോ ഡിന്നറൊക്കെ കഴിച്ചു, ചായ കുടിച്ച് നിൽക്കട്ടോ. നിന്റെ വയസ്സ് റിവീൽ ചെയ്യാൻ പറ്റും? ഐ ആം 25 ഡ്യൂഡ്. ഇതിനിപ്പോ എന്താ റിവീൽ ചെയ്യാൻ മാത്രം? ഓർമ്മയുണ്ടോ മുഖം? ഓ, ഓർമ്മയുണ്ട്. നമ്മൾ കുറെ പഴയ ഫ്രണ്ട്സ് ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഹൗ ആർ യു ഫൈൻ? എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ആസ്ക് മീ ഇടുന്നത്? ലൈക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട്, ആൾക്കാർ ചേരാൻ നമ്മൾ ഒരു പണിയില്ലാതെ നിന്നിട്ട് ബോറടിച്ചിട്ട് ഇടാന്നാണ്. ശരിക്കും സത്യം അതാണ്, ഒരു പണിയില്ലല്ലോ, അതുകൊണ്ട് ഇടാൻ പറ്റും ഗൈസ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു Q&A എല്ലാവരും ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുവരെ ഒരു Q&A ഇട്ടിട്ടില്ല. എനിക്ക് ആക്ച്വലി ഷൂട്ട് ചെയ്യാനൊന്നും ഇല്ല, വീട്ടിൽ ആരും ഇല്ല, ഉണ്ടാവില്ല, അങ്ങനെ ഷൂട്ട് ചെയ്ത് തരാനോ സപ്പോർട്ട് ചെയ്യാനില്ല. അപ്പം നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് വന്നപ്പം ഇവനെ പിടിച്ചിരുത്തിട്ട് ഷൂട്ട് ചെയ്യിപ്പിക്കട്ടെ ഗൈസ്. അതാണ് നമ്മൾ ഏകദേശം 11:41 രാത്രി. എന്നാലും നമ്മൾ അവനെ ഷൂട്ട് ചെയ്യിപ്പിച്ചിട്ടേ വിടുന്നുള്ളൂ.
പിന്നെന്താ പറയുക, എന്താണ് ബ്രോക്കോട്ടന്റെ ഫ്യൂച്ചർ വൈഫിനെ പറ്റിയുള്ള സങ്കല്പങ്ങൾ? ആ അത് ആ ബ്രോക്കട്ടന്റെ നമുക്ക് സൈദുഷന്റെ സങ്കല്പങ്ങൾ എന്തൊക്കെ ചോദിക്കാം. എന്താണ് ഭാവി വൈഫിനെ കുറിച്ചുള്ള സങ്കല്പം? പറയൂ സൈതല്ലോ പറയൂ, പറഞ്ഞോ. അല്ല ഈ പറയാം, എന്റെ പറയാം. അല്ലല്ല, നമുക്ക് നോക്കാം. 20 സ്കിഡിന്റെ ഇവ 2000 കേട്ടോ. അപ്പൊ എന്റെ നമുക്ക് നോക്കാം. വൈഫ് വേണ്ട? എനിക്ക് എങ്ങനത്തെ കുട്ടി വേണ്ടേ? കാല് വേണോ, കൈ വേണോ, കളറ് വേണോ, ലുക്ക് വേണോ, എന്താണ്, പഠിപ്പ് വേണോ, തറവാട് വേണോ, സ്വത്ത് വേണോ, അങ്ങനെ എന്തുണ്ടോ? നോക്കാൻ പറ്റിയ കുട്ടികളെ എന്നെ നോക്കാൻ എനിക്ക് എന്താ പ്രശ്നമോ? എനിക്ക് എന്നെ നോക്കാൻ കേൾപ്പില്ല. പൊന്നൊക്കെ പണി വെക്കുന്ന കുട്ടികളാണെങ്കിലോ? അല്ലെ പണി വെക്കൂലേ? നമുക്ക് അങ്ങനെ ഒന്നുമില്ല. എന്റെ ഇത് വെച്ചിട്ട് എന്താ പറയാ, ഫ്യൂച്ചർ വൈഫ് എന്ന് പറഞ്ഞാല് അത് ജോബൊക്കെ വേണം. പഠിത്തശം ജോബിനൊക്കെ പോയി ഇന്നൊക്കെ നോക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അത് പിന്നെ ആരാ വ്ളോഗൊക്കെ എടുക്കുക അല്ലേ? അങ്ങനെയാണ് നമ്മൾ പോവും. നമുക്ക് ഇതിൽ കൂടെ ഒക്കെ ഏണിങ്സ് ഉണ്ടാക്കാലോ. ഇത് പണി തന്നെയല്ലേ, ഇറ്റ്സ് എ പ്രൊഫഷൻ ബ്രോ. പിന്നെന്താ പറയാ, പിന്നെ അത്യാവശ്യം ഹൈറ്റ് വേണം കേട്ടോ. ഞാനൊരു 6 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. അപ്പൊ എനിക്ക് എന്താ പറയാ, ഒരു കുറച്ച് ഹൈറ്റ് ഉള്ള കുട്ടികളാണ് എനിക്കൊരു താല്പര്യം. അത് മതി. അത്യാവശ്യം നല്ലൊരു ജോബും ഹൈറ്റ് ഉണ്ടെങ്കിൽ ഓൾവേസ് വെൽക്കം. ആരെല്ലാം ഉണ്ടോ ആശിമേ? അല്ല, അവിടെ അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്. ഉണ്ടോ എന്ന് പറയുമ്പോ പറഞ്ഞു തരാൻ. മറ്റേ ചെക്കനെ നോക്കുന്നുണ്ട് പറഞ്ഞാൽ കമന്റ് ഇട്ടിരുന്നു, പക്ഷെ ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഹാപ്പി ആണോ? അൽഹംദുലില്ലാ ഇപ്പൊ നമ്മള് ഹാപ്പിയാണ്. സാഡൊക്കെ ആവല്ലേ, ലൈഫാണല്ലോ അല്ലെ? അതെ, ലൈഫ് ഈസ് എൻജോയ് എന്നാണ് കേട്ടോ ഇവന്റെ ടാഗ് ലൈന്. പിന്നെ ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ യുവർ ഫാമിലി? എന്റെ ഫാമിലിയിൽ പറഞ്ഞാല് ഞാന്, ഉമ്മ, ഉപ്പ, പിന്നെ പെങ്ങളുള്ളത്. പെങ്ങളെ കല്യാണം കഴിഞ്ഞ് പെങ്ങളെ കുട്ടീന്റെ കൂടെയുള്ള വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത്. അവർ വീട്ടിൽ വരുമ്പോൾ എടുക്കുന്ന വീഡിയോസ് ആണ്. അല്ലാത്തപ്പം ഞാനും ഉമ്മ, ഉപ്പ, നമ്മൾ 3 ആളെന്നുള്ളൂ. യു ആൻഡ് ഷൈക്ക കപ്പിൾസ് ആണോ? പഠിച്ചോടെ. ഷൈക്ക ഏകദേശം എന്താ പറയാ, ആക്ച്വലി ഷീസ് 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. അല്ല, നമ്മൾ കപ്പിൾസ്. എൻ്റെ ഒരു അനിയത്തിക്കുട്ടി എന്നൊക്കെ പറയാം. ഞാൻ തന്താണ് ഗായ്സ്, 25 വയസ്സായി. ആൻഡ് നമുക്ക് അങ്ങനെ തന്നെ ഓരോരു ബ്രോക്കൂട്ടനിൽ ബ്രോ ആയിട്ട് നമ്മള് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവരെ വീട്ടുകാരായാലൊക്കെ അങ്ങനെയാണ് നമ്മൾ ടച്ച് ഉള്ളത്. അല്ലെങ്കിൽ ബ്രദർ ആയിട്ടാണ്. അല്ല കപ്പിൾസ് ഒന്നായിട്ടൊന്ന് ചിന്തിക്കാൻ പോലും വയ്യ. അതെ. ഹായ് ബ്രോക്കുട്ട, സുഖമല്ലേ? സുഖമാണ്. എനിക്ക് വെള്ളം നല്ല ഗിവ് അവേയും വെച്ചൂടെ? ആക്ച്വലി ഗിവ് അവേ വെക്കണം എന്നൊക്കെ ഉണ്ട്. നമ്മള് പിന്നെ എന്താ പറയുക, നമ്മൾ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ജനിച്ചതെങ്കിലും ഞാൻ ജനിച്ച ശേഷം അതൊരു ലോ ക്ലാസ് ഫാമിലിയായി. സോ നമ്മൾ അത്ര എക്കണോമിക്കലി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടില്ല. നമ്മൾ കുറച്ച് റീച്ചൊക്കെ ആയി, നമുക്ക് ഏണിങ്സ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ഗിവ് അവേ വെച്ചിട്ട് നമ്മളെ ഫോളോവേഴ്സിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ എൻ്റെ ബ്രോക്കോട്ടർ എന്നുള്ള ഇൻസ്റ്റ അക്കൗണ്ട് ഇപ്പം ഞാൻ അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് എൻ്റെ ഫോളോവേഴ്സൊക്കെ ഡൗൺ ആയിട്ട് 146 110 എത്തിയിട്ടുണ്ട്. 36K ഫോളോവേഴ്സിന് എനിക്ക് ലോസ്റ്റ് ആയിപ്പോയി ഗൈസ്. പക്ഷെ എനിക്കിപ്പോഴും പറയാനുള്ളത്, നമ്മൾ വീഡിയോസ് ഇനി ഇടണം എന്നാണ് ഡെയിലി. ആ 36K ആൾക്കാർക്ക് ഇന്നെ മിസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള രീതിയൊക്കെ വളരണം എന്നാണ് എൻ്റെ ആഗ്രഹം അല്ലേ? ഇതെന്താ? ഹാപ്പിയാണ്. ഇപ്പോ ക്രഷ് ഉണ്ടോ? ഇപ്പോ ക്രഷ് ഇല്ല. ഇപ്പൊ ഒരു ക്രഷ് ഇല്ല. നമ്മൾ പ്രപ്പോസ് ചെയ്ത് അത് മൂഞ്ചി. അപ്പൊ അതിന്റെ ശേഷം ഞാൻ ക്രഷ് അടിച്ചിട്ടില്ല അല്ലേ? ഇല്ല. പിന്നെന്താ? ഫസ്റ്റ് കിസ് ഒരു കിസ് തരോ? ഫസ്റ്റ് കിസ് വേണാട്ടോ ഗൈസ്. അന്റെ ഫസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് എന്റെ കിസിന്റെ. അന്റെ ഫസ്റ്റ് കിസ് ആരേനു? അങ്ങനെ എന്റെ ഉമ്മ. അല്ല പിന്നെ ഫസ്റ്റ് കിസ് വേണമെന്നാണോ? അങ്ങനെയാണോ? ഇത് ചെക്കനാണ് അല്ലേ? അങ്ങനെ ചെലപ്പോ മറ്റേതാണെങ്കിലോ, ഫസ്റ്റ് കിസ് സെക്കൻഡ്. വാട്ട് ഈസ് യുവർ നെയിം? എന്റെ ആക്ച്വലി എന്റെ നെയിം ആർക്കും അറിയില്ല കേട്ടോ. ആക്ച്വലി എന്റെ നെയിം ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. സോ നമ്മൾ ഈ Q&Aയിലൂടെ നെയിം റിവീൽ ചെയ്യാൻ പോവാണ്. ആക്ച്വലി എന്റെ പേരിന്റെ കുറച്ച് ഷോർട്ട് എടുത്താണ് നമ്മൾ ഐറൻ അസം എന്നുള്ള ഒരു ഐഡിയിലേക്ക് എത്തിയത്. ആക്ച്വലി എന്റെ പേര് ഐറൻ അസം എന്നല്ല. എന്റെ പേരെന്താടാ? മുസമ്മിൽ എന്നാട്ടോ എന്റെ പേര്. മുസമ്മിൽ എന്നാണ് എന്റെ ഒരു നെയിം വരുന്നത്. മുസമ്മിലിന്റെ അസം എടുത്തിട്ട് നമ്മൾ ഐറനും കൂട്ടിയിട്ട് ഇപ്പൊ ടിക്ടോക്കിൽ അങ്ങനെ ഒരു ഐഡി ഉണ്ടാക്കി. പിന്നെ മാറ്റിയില്ല. അങ്ങനെ ടിക്ടോക്ക് ബാൻ ചെയ്ത്. അപ്പൊ ടിക്ടോക്കിൽ ലിങ്ക് ചെയ്ത ഇൻസ്റ്റ ഉണ്ടായിരുന്നു. അതിൽ 900 ഫോളോവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു അന്ന്. പിന്നെ നമ്മളത് മാറ്റാൻ നിന്നില്ല. പിന്നെ കുറെ ആൾക്കാർ വന്നിട്ട് ഇതിന്റെ പേരെന്താ, അർത്ഥം എന്താ, നല്ല വെറൈറ്റി ആയിരുന്നല്ലോ, നെയിമാണ് ഇഷ്ടം, നിങ്ങളെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വന്നു. അപ്പൊ പിന്നെ ഞാൻ അധികം മാറ്റാൻ നിന്നില്ല. പക്ഷെ നമ്മള് എന്താ പറയാ, ക്ലോസ് ആയിട്ടുള്ള ഒരു 10-50 ആൾക്കാർക്ക് അറിയാം. പിന്നെ എന്റെ കൂടെ പഠിച്ചവർക്കൊക്കെ അറിയാം മുസമ്മിലാണെന്നൊക്കെ. ആക്ച്വലി ഐ ആം ഫസ്റ്റ് റിവീലിംഗ് ദിസ് നെയിം ഇൻ
ദിസ് വ്ളോഗ് അല്ലേ. കുറെ പേർക്ക് അറിയില്ല, ഇവരൊക്കെ ഇപ്പൊ എല്ലാരും ബ്രോക്കൂട്ടാന്ന് വിളിക്കാം, വാപ്പടക്കം ബ്രോക്കൂട്ടാന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ ഈ പേരിന് പ്രസക്തി ഉണ്ടോന്ന് അറിയില്ല അല്ലേ. അറ്റൻഡൻസിലും ഇനിയിപ്പോ നിക്കാനും മാത്രമേ ഫ്ലക്സിൽ വരുള്ളൂ. ഐ തിങ്ക് യു ഡിഡ്ന്റ് ഫോളോ മീ. അതെ, ഞാൻ അറിയണ കുറച്ച് ആൾക്കാർ മാത്രം ഫോളോ ചെയ്യുന്നുള്ളൂ. അത്ര ആക്റ്റീവ് അല്ല, ടെക്സ്റ്റ് ചെയ്യാനും റിപ്ലൈ കൊടുക്കാനൊന്നും ആക്ച്വലി നമുക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് കമന്റ് ഒക്കെ ഇട്ടാൽ നമുക്ക് അതിലൂടെ റിയാക്ഷൻ ഒക്കെ കൊടുക്കാന്നുള്ളൂ. പക്ഷെ അത്ര ലേസിയാണ് ഫോളോ ചെയ്യാനൊക്കെ. സുഖമാണ്. പിന്നെ ചിരി, പാട്ട് പാടും. ഇപ്പൊ നന്നായിട്ട് പാടും. ഒരു പാട്ട് പാടി കൊടുക്ക്. അല്ലല്ല, ഒരു പാട്ട് നമ്മളെ ഫോളോവേഴ്സാണ്. സൽമാനെ സപ്പോർട്ട് ചെയ്യും. ഇജ് 100 ഉറുപ്പ്യക്ക് തരുന്നവും പോരാ വ്ളോഗിൽ വരണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഞാൻ അവസരം തരുന്നു എന്റെ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ, പാട്. എനിക്ക് ഇഷ്ടം മറ്റേതാ അതോ പണ്ടേതോ രാജ്യത്തെ രാജകുമാരിക്ക് മന്ത്രികുമാരനോടിഷ്ടമായി, കാണുവാൻ പോലും അനുവാദമില്ലെന്നാലും ആരാധനയോടവരിരുന്നു. എത്ര യാമങ്ങളിൽ എത്ര ഒന്നിച്ചു ചേരാനായി കൊതിച്ചു നമ്മൾ. ചെയ്യാവേ അത്രേ ഉള്ളൂ. ബാക്കി നിർത്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യുവർ ലാംഗ്വേജ്. നമ്മള് മലയാളമാണ്. ആക്ച്വലി മലയാളമാണെങ്കിലും നമ്മൾ അങ്ങനെ ചാറ്റ് ചെയ്യുമ്പോഴും മെസ്സേജ് അയക്കുമ്പോൾ പറയും നിങ്ങളെ സ്ലാങ് നമുക്ക് കിട്ടുന്നില്ല കേട്ടോന്ന്. എന്താ സംഭവം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ നമ്മള് മലപ്പുറത്തായതുകൊണ്ട് തന്നെ ഇജ്, പിന്നെ അപ്പൊ വളർന്ന മലപ്പുറത്ത് കോഴിക്കോട് മിക്സ്ഡ് ആണ്. ഞാൻ ഈ എന്നൊക്കെ പറയല്ലേ. വൈ ആർ യു സ്റ്റിൽ സിംഗിൾ? വൈ ആർ യു എന്ന് ചോദിച്ചാല് നമ്മളെ ഒരു ഗ്യാങ്ങില്, നമ്മുടെ നാട്ടിലത്തെ ഗ്യാങ് കേട്ടത്, നാട്ടിലത്തെ ഒരു ഗ്യാങ്ങിൽ ഇതുവരെ ആരും അങ്ങനെ കമ്മിറ്റഡ് ആയി കണ്ടിട്ടില്ല. പിന്നെ കമ്മിറ്റഡ് ആ കുറെ ആൾക്കാർ ശ്രമിച്ചിരുന്നു, പക്ഷെ അവരൊക്കെ കല്യാണം കഴിഞ്ഞു. അപ്പൊ പിന്നെ അവരൊക്കെ കാറ്ററിങ്, ഇവരെന്താ പരിപാടി എന്താ പറഞ്ഞു കൊടുക്ക്, സ്റ്റേജ് ഡെക്കറേഷൻസ്, വെഡിങ്, ഫുൾ ഇവന്റ്സ് ഒക്കെ എടുക്കുന്ന വലിയ ടീമാട്ടോ. അങ്ങനെയാണ്. പിന്നെ നമ്മളൊക്കെ ഒരു എന്താ പറയാ, വൈ ആർ സ്റ്റിൽ ഇന്ത്യ കാര്യം നോക്കുകയാണെങ്കിൽ എന്താ പറയാ നമ്മള് ഇപ്പം വെറുതെ ഒരാൾക്ക് ഹോപ്പ് എടുത്തിട്ട് പോകരുതല്ലോ. അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മള് കല്യാണം അയക്കാന്നുള്ള രീതിയിൽ സെറ്റിലൊക്കെ ആയിട്ട് ഇത് നടക്കുമെന്നുള്ള ഒരു തോട്ടായിരുന്നു നമുക്ക് പണ്ട് മുതലേ. ഇതിപ്പോ ഇത് തോട്ട് മാത്രമായി, കാരണം ഇപ്പൊ പെണ്ണ് കിട്ടാനില്ല അല്ലെ ആഷിമേ? എനിക്ക് കിട്ടും. ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പെണ്ണ് കിട്ടും എന്നുള്ളൊരു ടോക്ക് ഉണ്ട്, പിന്നെ പെണ്ണ് കിട്ടൂല എന്നുള്ള ടോക്ക് ഉണ്ട്. നമുക്ക് നോക്കാം. ഇൻഷാല്ലാ നമ്മളൊരു ജോബൊക്കെ കിട്ടിയിട്ട് സെറ്റിലായിട്ട് ചോറ് കൊടുക്കണ്ടേ, അപ്പം പെണ്ണ് പട്ടിണി കിട്ടുമെന്നുള്ള ചോദ്യം വരും. അതുകൊണ്ടാണ് നമ്മളൊരു സെറ്റിലായിട്ട് നോക്കാന്ന് വിചാരിച്ച്. അതിന്റെ ഇടയിൽ നമ്മളൊന്ന് നോക്കിയില്ല, ചാടാൻ നോക്കി, പക്ഷെ കൊത്തിയില്ല. ചിരിച്ചില്ല ചെറ്റ. വാട്സപ്പ് ബ്രോ, വാട്സപ്പ് ഉണ്ട്. ഏജ് 25, ലൈനുണ്ട്. ലൈനില്ല, സുഖമാണ്. വാട്ട് മേക്സ് യു ഹാപ്പി ദ മോസ്റ്റ്? വാട്ട് മേക്സ് എന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ്. പിന്നെ വീട്ടിലിരുന്ന് ഉമ്മച്ചി എല്ലാരും കൂടി ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി. ചെക്കന്മാരൊക്കെ അങ്ങനെ കൂടുമ്പോൾ നല്ല രസമാണ്. ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഊക്കുന്നതൊക്കെ ഭയങ്കര തിന്നാനാ ഭയങ്കര രസം. നമ്മളിങ്ങനെ ഗ്യാങ് ആയി കൂടുമ്പോ അതൊരു മൂടാട്ടോ. മഴ ഊക്കുക, ഒരാളെ എയറില്. ഒരു പെണ്ണ് വേണ്ടേ? അതെ, ഒരു പെണ്ണ് മതി. ഒന്ന് കിട്ടോ? ക്വസ്റ്റ്യൻ. ചളി. ഞാൻ ഒന്നും ചോദിക്കല്ലോ. ഓക്കെ, അല്ല നിങ്ങളെ ഉമ്മേനെ കാണാനല്ലോ, എന്ത് പറ്റി? ഉമ്മ ആക്ച്വലി അവിടെ ഉണ്ട്. നമ്മളിപ്പോ ഭയങ്കര മടിയായിട്ട് വീഡിയോ എടുക്കാത്തതാണ്. വീട്ടിൽ ആളെ ഓണാക്കിയാൽ ആള് വരും, വിളിച്ചാൽ മതി. അവിടെ മഴ ഉണ്ടോ? ഇവിടെ മഴ ഉണ്ടായിരുന്നു. സുഖല്ലേ മറ്റു? സുഖമാണ്. ബായ് വൈഫിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ? ബായ് വൈഫിനെ കുറിച്ച് അത് എങ്ങനെ പെണ്ണുണ്ടോ, സുഖാണോ, സിംഗിൾ ആണോ, അതെന്നെ ചോദിക്കാനുള്ളൂ. വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടല്ലേ? ഞങ്ങൾക്ക് ഇല്ലാത്തതിനെ പറ്റി മാത്രം എന്തിനാ ചോദിക്കുന്നത്? ഉള്ളത് ചോദിക്കൂ. റിയലി എനിക്ക് 25 വയസ്സ്. പെണ്ണില്ലെന്ന് എനിക്ക് പെണ്ണില്ല. ഇതാണ് കേട്ടോ നമ്മളെ Q&A ഇന്നലെ ഇട്ടത്. ഇനിയിപ്പോ ഇതിനെ മുന്നേ ഞാൻ Q&A ഇട്ടിട്ട് ഹൈലൈറ്റ്സ് ആക്കി വെച്ചിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്. ഇതിപ്പോ അതന്നെ നമ്മൾ ഇട്ടുണ്ട്. അപ്പൊ ചോദിക്കട്ടോ, വേറെ ക്വസ്റ്റ്യൻസ് ഇവരെ ആൾക്കാർ ചോദിച്ചതുണ്ടെങ്കിൽ ആസ്മീല് കടയാടി മോന് പോടുന്നു ഇല്ല കുട്ടൻ ബ്രോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയാ? ഫേവറേറ്റ് ഫിലിം ദാറ്റ് വാസ് ലൈക്ക് വൺ ആൻഡ് ദ യു സെഡ് വാവ്. അങ്ങനത് ഞാൻ ഒരു കൊറിയൻ പടം ഉണ്ട്, ബി വിത്ത് യു എന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കുറെ പടങ്ങളുണ്ട്. നമ്മളെ ഗാങ്ങിന്റെ ഒരു ഫേവറേറ്റ് മഹേഷിന്റെ പ്രതികാരം അല്ലെ, കട്ട ഫാനാണ്. നമ്മളൊരു ഗാങ്ങിന്റെ ഫേവറേറ്റ് സോങ് ആണ് ഏത് സെയ്യാവേ, പിന്നെ
മക്കത്തെ അതൊക്കെ അവരൊക്കെ ഫുള്ള് ബൈ ഹാർട്ട് കേട്ടോ അവര്. പിന്നെ ഇന്നലെ എന്റെ നെഞ്ചില് ഫുള്ള് തന്ത വൈബാണ്, ഒക്കെ 90s ആണ്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയുക, ഫേവറേറ്റ് ഫിലിം എക്സ്പെക്ടേഷൻ ലൈഫ് പാട്ട് അതൊക്കെ അന്നേ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറച്ച് എക്സ്പെക്ടേഷൻ തന്നെ, നമുക്ക് കുറച്ച് ഹൈറ്റും നല്ലൊരു നല്ല സ്വഭാവം ഉണ്ടായാൽ മതി. അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പഠിക്കണം അല്ലെ. ഫേവറേറ്റ് സോങ് ഇപ്പൊ നമുക്ക് എന്നും ഫേവറേറ്റ് ഒറ്റ പാട്ടുള്ളൂ. ഇടയ്ക്ക് ചേഞ്ച് ചെയ്യെങ്കിലും ഞാൻ ബാക്ക് ടു ആ പാട്ടിലേക്ക് നമ്മൾ വരും. ഷറാറ ആ നൊസ്റ്റാൾജിക് ആയിട്ടാണ് ഷറാറ അല്ല സൽമാനെ. ഷറാറ സൽമാന്റെ ഒക്കെ ഫേവറേറ്റ് ആണ്. ഞാൻ ഇജ്ജ് പറയും എന്താ എന്റെ ഫേവറേറ്റ്. എന്റെ ഫേവറേറ്റ് മമ്മൂക്കിന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ എന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ് വെച്ചാൽ ബിരിയാണിയാണ്. പിന്നെ കടുമാങ്ങ. ഫേവറേറ്റ് പേഴ്സൺസ് ഒക്കെ വീട്ടുകാരാണ്. പിന്നെന്താ ഫിലിം ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫേവറേറ്റ് ഹോബി തെണ്ടി എടുക്കുക തിന്നുക. ഫേവറേറ്റ് മൂവി മനുഷ്യൻ്റെ പ്രതികരണം. അങ്ങനെ കുറേ പടങ്ങളുണ്ട് എനിക്ക്. അങ്ങനെ ഇന്ന പടം എന്നൊന്നുമില്ല. നമ്മൾ ആക്ച്വലി എല്ലാ ലോക്കൽ പടമൊക്കെ കാണും. നമ്മൾ മറ്റേ ഇവൻ്റെ പടമൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ റിയാസ് ഖാൻ്റെ ഹായിയോ അങ്ങനത്തെ പടം, ആ പടമൊക്കെ ഉണ്ട്. അമ്മായി ഫിഷ് ഫ്രൈ അതൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഫേവറേറ്റ് കളർ ഏതാണെന്ന് വെച്ചാൽ ഫേവറേറ്റ് കളറ് ഞാൻ ബ്ലാക്ക് ആണ്. ബ്ലാക്കിൻ്റെ കുറച്ച് ഷർട്ടും കാര്യമൊക്കെ ഞാൻ അധികം യൂസ് ചെയ്യാറ്. പിന്നെന്താ പറയുക, വാട്ട് ഈസ് യുവർ ബ്യൂട്ടി സീക്രട്ട്. നമ്മൾ അത്ര ബ്യൂട്ടി ഒന്നുമില്ല, ഫിൽറ്റർ ഇട്ട് വീഡിയോ എന്നുള്ളൂ. ഇവൻ്റെ ഇടയിലും നമുക്ക് പിടിച്ചിക്കാനില്ല. അവനൊക്കെ എത്ര ആൾക്കാരാണ് ഫാൻസ്. ഫേവറേറ്റ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ. ഫേവറേറ്റ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിക്ക് ഒരുപാട് പേരുണ്ട്. നല്ല ക്യൂട്ട് ബേബീസ് അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ വാക്ക് വിത്ത് ആൽബി പറഞ്ഞിട്ട് ഒരു ചേട്ടനുണ്ട്. മൂപ്പര വീഡിയോസ് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അതായത് ഡെയിലി വ്ളോഗ്സ് ഇട്ടിട്ട് സെറ്റ് ആക്കുന്നത്. പിന്നെ മലേഷ്യൻ വ്ളോഗ് എടുക്കുന്ന അടുത്തുണ്ട് എംസെറ്റ് ഒഫീഷ്യൽ തിരൂരുള്ള അടിപൊളി വ്ളോഗാണ്. ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള വ്ളോഗ്സാണ്. അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെന്താ കുറേ ആൾക്കാരുണ്ട് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. എനിക്ക് ഡെയിലി വ്ളോഗ്സ് ഇഷ്ടമാണ്. പിന്നെ പോഡ്കാസ്റ്റിൻ്റെ ചാനൽ എനിക്ക് ഈ ഒറിജിനാലിറ്റിയാണ് ഇഷ്ടം. ഈ ആക്ടിങ് വരെയൊക്കെ ആയിട്ട് നമ്മൾ തട്ടിക്കൂട്ടാണെങ്കിലും എൻ്റെ ഒരു ഫേവറേറ്റ് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ പ്രാങ്ക്സ്റ്റർ പങ്കാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ആ അങ്ങാടി പോയിട്ട് ഡാൻസ് കളിക്കുന്ന ചെക്കില്ലേ, അവന് അടിപൊളി കേട്ടോ. സെക്കൻഡ് AC സ്റ്റോറി കണ്ട ആരോ തേച്ചോ? തേച്ചിട്ടൊന്നുമില്ല. നമ്മള് ആക്ച്വലി നമുക്കൊരു റിജക്ഷൻ കിട്ടിയിരുന്നു അല്ലേ, പിന്നെ നിന്നിട്ടില്ല. ഒരു വട്ടം പൂച്ച പച്ചവെള്ളം കണ്ടാല് ഇല്ല, പിന്നെ ഫ്രൂട്ടേ കൊടുക്കും. ഫേവറേറ്റ് പേഴ്സൺ മമ്മിജി. ഫോട്ടോ എംബാരസിങ് ഫോട്ടോ പറഞ്ഞാൽ അങ്ങനെ നായിക്കുന്ന ഫോട്ടോ അതല്ലേ, നാണം കെടുത്തുന്ന ഫോട്ടോ. അതിപ്പോ ഞങ്ങൾ കാണിച്ചു തരുമോ? അത് കാണിച്ചു തരാൻ പറ്റില്ല, അത് ഒഴിവാക്കിണ്ടാവും. നിങ്ങളിന്ന് സൂബിന്ന് സ്കെച്ചു. പിന്നെ നിസ്കാരൊക്കെ. ഫേവറേറ്റ് പേഴ്സൺ മമ്മി. വാട്ട്സ് യുവർ ഫേവറേറ്റ് ടൈപ്പ് ഇൻ ഗേൾസ്? നമുക്ക് എന്താ പറയാ, ആക്ച്വലി നല്ല സംസാരിക്കുന്ന കുട്ടികളാണ് നമുക്ക് ഇഷ്ടം കേട്ടോ. അനക്കോ? അങ്ങനല്ല, നമുക്ക് കമ്മ്യൂണിക്കേഷനാ വേണ്ടി. നമ്മളിങ്ങനെ തൊള്ളടാതെ എടുക്കും. അതായത് ഇപ്പൊ അങ്ങോട്ട് ചടപ്പിച്ചാൽ ഇങ്ങോട്ട് ചടപ്പിക്കുന്ന ഒന്നിനെ കിട്ടിയാൽ സെറ്റല്ലേ. അല്ലാതെ കിട്ടിയാൽ മൊത്തം ചടപ്പാവും ലൈഫ്. ഫേവറേറ്റ് ആക്ടർ ഇൻ തമിഴില് എല്ലാവരും ഇഷ്ടമാണ്. ജയൻരവി കേട്ടോ. നമ്മളെ ഫാമിലി, നമ്മളെ വീട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഓടിയ പടം മറ്റേതാണ്, സൺ ഓഫ് മഹാലക്ഷ്മി ഇല്ലേ, എം കുമരൻ. ഞാൻ കുറച്ചു ശരിയാക്കി. അത് മറ്റേ നമ്മളൊരു പോളിംഗ് വെച്ചിരുന്നു. 10ാം ക്ലാസ്സിൽ എത്ര A+? 10ാം ക്ലാസ്സിൽ നമുക്ക് 9 A+ ഉണ്ടായിരുന്നു. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സോങ്സ്? തന്നെ ഫേവറേറ്റ് പ്ലേസ് ടു വിസിറ്റ് ഇൻ കേരള? ഇവൻ ഇടുക്കിയാവും. നമ്മൾ ഇടുക്കി പോയില്ല ഇതുവരെ. നമ്മളിവിടെ പോയത് മിനിയൂട്ടേറ്റാവും, പക്ഷെ അവിടെ ഒന്നല്ല. ഫേവറേറ്റ് പ്ലേസ് ടു വിസിറ്റ് ഇൻ കേരള കലാട്ടമുക്ക്. കലാട്ടമുക്കിനോളം വരുന്ന ഒരു ഇതില്ല. ആ അങ്ങാടി, ആ പള്ളി. അതെ, കൊല്ലത്തിൽ ഒരു പ്രാവശ്യം. ഫേവറേറ്റ് പ്ലേസ് വേറെ മാൻ വീട്ടിൽ. യുവർ നെയിം ആൻഡ് കാസ്റ്റോ? കാസ്റ്റ് ഒക്കെ ചോദിക്കാൻ വേണ്ട ഒരാളോട്. നമുക്കിപ്പോൾ പോഡ്കാസ്റ്റ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യും. നെയിം ഞാൻ പറഞ്ഞു, മൈ നെയിം ഈസ് മുസാമൽ. BGMI ഫ്രീ ഫയർ രണ്ടും കളിക്കില്ല. ഹലോ, എൻ്റെ ഈ അക്കൗണ്ടിൽ ഒരു ഹായ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പ്ലീസ് ഒരു ഹായ് എൻ്റെ അക്കൗണ്ടിൽ ഇട്. ഓ ഒരു ഹായ് കൊടുത്തിട്ടുണ്ട്. യുവർ ഫേവറേറ്റ് ആക്ട്രസ് എൻ്റെ ഫേവറേറ്റ് തപ്സിയാണ്. തപ്സിനോട് എനിക്ക് പണ്ടേ ക്രഷ് ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് നടിയാരാ? ഇപ്പൊ പ്രിയാവാര ഒരാളാട്ടോ. അടർലൗത്ത് ആ കിസിംഗ് സീൻ 10 കണ്ടിന്. യുവർ എക്സ് സ്റ്റോറി പ്ലീസ്. എക്സ് ഒന്നും പറയാനില്ല. എന്താ പറയാ, നമ്മള് കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. അങ്ങനെ ആ ആൾക്കാരൊക്കെ ഇപ്പൊ കമ്മിറ്റഡ് ആയി. പിന്നെ നമ്മള് ലാസ്റ്റിക്കൊന്ന് സീരിയസ് ആയിട്ട് ട്രൈ ചെയ്തു. നമ്മൾ അങ്ങോട്ട് ട്രൈ ചെയ്തു കേട്ടോ. മറ്റേതൊക്കെ ഓരോ ഇങ്ങോട്ട് മ്യൂച്വൽ ആയി. അവർ പറഞ്ഞു നമുക്ക് സെറ്റ് ആവാൻ നോക്കിയൊക്കെ അറിയാം. 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് പേടിയുണ്ട്, ഞാൻ നിർത്താറുണ്ട്. അതൊക്കെ അതെന്താ അറിയാം, ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിട്ട് പഠിക്കുമ്പം ഒരു കുട്ടി ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു. അന്ന് നമ്മൾ ഫെയിം ഒന്നുമല്ല, ഒന്ന് ബ്രോക്കോട്ടനൊന്നുമില്ല, നമ്മൾ ടിക്ടോക്ക് ID മാത്രമേ.
അങ്ങനെ ഞാൻ 2 ദിവസമൊക്കെ മെസ്സേജ് അയച്ചു. അന്നൊക്കെ പറഞ്ഞാൽ എന്നോട് 9 മണിക്ക് ലൈറ്റ് ഓഫ് ആക്കാം, ആ ടീമാ. നമ്മളവിടെ ഒക്കെ അങ്ങനെ കുറച്ച് സ്ട്രിക്റ്റ് ആട്ടോ. ഇപ്പൊ നമ്മള് കുറച്ചുകൂടി നമ്മള് ഏണിംഗ് ഒക്കെ ആയപ്പോഴാണ് വീട്ടിലൊരു വില ഒക്കെ ഇറങ്ങിയത്. എല്ലാ വീട്ടിലും അങ്ങനെ തോന്നുന്നുണ്ട്. പൈസ ഉണ്ടല്ലേ വീട്ടില് വില ഉള്ളൂ. സത്യം. പണ്ടൊക്കെ ഒരു ചായ കഴിച്ചാ അങ്ങനെ എടുത്ത് പിടിച്ചോ, അങ്ങനെ ചായ എടുക്കട്ടെ കഴിക്കും. ഇപ്പൊ ഇങ്ങനത്തെ കടി കൂടുതലാ അറിയാം എനിക്ക്. പേടിയായി. ഇത് വർക്കൗട്ട് ആവില്ലേ, പിന്നെന്താ പറയാ, ഭാവിയിൽ എന്താവും, എന്തേ ആയാലോ, അവരെ വീട്ടിൽ നിന്ന് അടി വരുമോ, അങ്ങനെ പിന്നെന്താ പറയാ, അന്നത്ര അവള് 10 ലക്ഷം വന്നിട്ടുണ്ട്. അങ്ങനെ എന്താണ്. പിന്നെ ഞാൻ പറഞ്ഞത് നടക്കൂല, നമുക്ക് പേടിയാവുന്നുണ്ട്. ഇത് നടക്കൂല, വീട്ടില് സീനാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കി. പിന്നെ പ്രപ്പോസൽ ഒരുപാട് വന്നിട്ടുണ്ട്, പക്ഷെ ഒക്കെ മൈനേഴ്സ് ആയിരുന്നു. 15, 16 ഉള്ള ഒക്കെ എന്താ പറയാ എടുത്തുചാട്ടല്ലേ. ഇവരൊക്കെ എന്തുണ്ടിട്ടാ ഈ വരുന്നത്, ഒരു പണിയില്ല. എനിക്ക് പണിയുണ്ടാ? അന്നൊന്നും പിന്നെ ഒരു പണിയില്ല കേട്ടോ. ഇവര് ഇപ്പോഴാ സെറ്റ്. അന്ന് കാറ്ററിംഗ് ആണ്. നമ്മളൊരു ന്യൂ ഇയറിന് താഫീസിന്റെ വീട്ടില് സ്റ്റേജിന്റെ അടിയിലൊക്കെ കിടന്നിറങ്ങി ഒരു ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ട്. ഞാൻ ആഫ്റ്റർ +2 ഒരു കൊല്ലം ഇതിനായിട്ട് പോയി കാറ്ററിങ്ങിന്. ഒന്നും തരുന്നില്ല. പിന്നെ ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ വാപ്പൊക്കെ നമ്മള് നിത്താകാതെ അടിച്ചിട്ടേന്, വീട്ടിലൊക്കെ സീനായി. പിന്നെ നമ്മള് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഡിഗ്രി ഒക്കെ ചെയ്ത്. ഇപ്പൊ +2 കുറെ സപ്ലൈ ഒക്കെ എഴുതി. ഞാൻ പറയും അല്ല +2 മറ്റേത് ഡിഗ്രി എടുത്തില്ല ചക്ക, ഇനി PG എടുക്കുന്നുണ്ട് ഇൻഷാല്ലാ. അങ്ങനെയാണ്. അപ്പൊ കുറെ ആൾക്കാര് നമ്മള് മെസ്സേജിങ്ങും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും വർക്കൗട്ട് ആയില്ല. ലാസ്റ്റ് നമ്മളിപ്പോ ഒന്ന് സീരിയസ് ആയിട്ടൊന്ന് ഇപ്പൊ നമ്മള് കുറച്ച് സെറ്റ് ആയി തോന്നിയപ്പോ നമ്മള് പ്രപ്പോസ് ചെയ്തു. അത് ആ കുട്ടികളെ റിജക്ട് ചെയ്തോണ്ട് അതിന്റെ കർമ്മ അടിച്ചിട്ട് ഇത് റിജക്ട് ആയി. ഇപ്പൊ നമ്മളിങ്ങനെ സമാധാനത്തിൽ മൂന്നാർ കാസ്റ്റിൽ അടിപൊളിയായിട്ട്. പിന്നെ ആകെ സമാധാനം എന്താ വെച്ചാൽ ഇവരൊന്നും സെറ്റ് ആയില്ല. പിന്നെ സെറ്റായ 2-3 എൻഗേജ്മെന്റ് കഴിഞ്ഞവരുണ്ട്, അവരൊന്നും നമ്മളിങ്ങനെ കൊണ്ടുവന്നില്ല. കമ്പനി വിടാൻ പോകണതല്ലേ. ഒരു എന്തിട്ടപ്പോ തന്നെ നമ്പർ തരും, ഒന്നുമില്ല സ്വന്തം നാട്ടിലുള്ളതല്ലേ. നമ്പർ അങ്ങനെ നമ്മളാർക്കും കൊടുക്കല്ല. നമ്മളങ്ങനെ ആക്റ്റീവ് പേഴ്സൺ അല്ല. ഇപ്പൊ ഈ വീഡിയോ നമ്മളെത്ര കുറെ കഴിഞ്ഞിട്ടാണ് ലൈക്ക് കൊടുക്കണേ. ഇതൊക്കെ എന്റെ ഫേവറേറ്റ് എന്താന്ന് ചോദിച്ചാൽ അല്ലേ, ഇവിടെ എന്താ ചോദിക്കുക, ഫേവറേറ്റ് പീപ്പിളൊക്കെ കുറെ ഉണ്ട്. റിയൽ നെയിം എന്താ, കുറെ ആൾക്കാർ ചോദിക്കും. എന്റെ റിയൽ നെയിം മുസമ്മിലാണ്. അയറാൻ അസാമിന് കുറെ ആൾക്കാർ തെറ്റിയിരിക്കുന്നത്. ഞങ്ങളെ വിളിച്ചോ, ഞാൻ അയറാനെന്ന് വിളിക്കുന്നവരുണ്ട്, അസീന്ന് വിളിക്കുന്നവരുണ്ട്, മുസമ്മിന്ന് വിളിക്കുന്നുണ്ട്. ഇവര് വേറെ വിളിക്കുക, എന്താ വിളിക്കാം, ഷാലി കേട്ടോ എന്റെ നിക്നെയിം. പിന്നെ ഇതൊന്നല്ലാതെ കുറച്ച് പേര് വിളിച്ചിന് 3D, ജിറാഫ്, കൊടക്കമ്പി, സെൽഫി സ്റ്റിക്ക്. ഈ പേരിനൊക്കെ ഒരു മോചനം വേണം. അതാണ്, അങ്ങനെയാണ് ഈ ബ്രോക്കൂട്ടൻ എന്നുള്ള പേരിലേക്ക് ഞാൻ അയച്ചത്. ടിക്ടോക്കിന്റെ ടൈമില് നമ്മൾ ഇട്ടതാട്ടോ ബ്രോക്കൂട്ടന്ന്. ഇപ്പം പ്ലാനിങ് ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല. അല്ല നമ്മൾ അങ്ങനെ ഇട്ടതാ ബ്രോ. ഞാൻ കുറെ ആൾക്കാർ ആഘോഷം ചോദിച്ചു. അപ്പൊ ടിക്ടോക്ക് നല്ലതാന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ബ്രോക്കൂട്ടൻ വന്നത്. ബ്രോക്കൂട്ടന്റെ മീനിങ് എന്ന് വെച്ചാൽ കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചു. ബ്രോക്കൂട്ടൻ എന്ന് പറഞ്ഞാല് ഇഫ് യു ലൈക്ക് മീ കോൾ മീ ബ്രോ. നീ ഭയങ്കര ലവ് ആണെങ്കിൽ കോൾ മീ കുറ്റ. കാലിക്കറ്റ് എന്റെ ഉമ്മന്റെ വീടാണ്, രാമനാട്ടുകർ എന്റെ ഉമ്മന്റെ വീട്. അതൊക്കെ പൊളിച്ചു. ഇപ്പൊ പക്ഷേ കാലിക്കറ്റ് നമുക്ക് കുറെ ഫ്രണ്ട്സും കാര്യമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മള് മോസ്റ്റ്ലി കാലിക്കറ്റ് ഉണ്ടാവില്ല. ആക്ച്വലി നമ്മള് മലപ്പുറമാണ് വരിക. മലപ്പുറത്ത് നിയർ ടൗണ് അല്ലെ. നമ്മള് അനങ്ങിയ കാലിക്കറ്റ് പോവാം, ഷോപ്പിങ്ങിനായാലും എന്തിനായാലും. അതൊരു 3/4 മണിക്കൂറിന് ഓട്ടോ ഉള്ളൂ. അപ്പൊ ഇനി റോഡ് വഴി വന്നാൽ ഒരു 35 മിനിറ്റ് 30 മിനിറ്റ് കൊണ്ട് എത്തും. ഇതൊന്ന് എനിക്ക് പോയ പ്ലീസ് ഫോളോ എവിടെ കമ്മിറ്റഡ് ആണല്ലേ. എന്റെ പറ്റിയ ഫേവറേറ്റ് ഔട്ട്ഫിറ്റ് നമ്മൾ പാന്റ് ഷർട്ട് തന്നെ. തുണി എടുക്കണം എന്നില്ല, പക്ഷെ ഞാൻ തുണി കെട്ടിയിട്ടൊക്കെ എടുക്കാറ്. എനിക്ക് എടുക്കാറില്ല. നിനക്ക് അടിപൊളിയായിട്ട് തുണി എടുക്കട്ടോ. ഗേൾ ഫ്രണ്ട് ടൈപ്പ് എനിക്കറിയില്ല, എന്തായാലും മൈ ടൈപ്പ് ആയാലും ഞാൻ എടുക്കുള്ളൂ. How many children do you want? പഠിക്കാൻ തരുന്ന മതി. എന്തായാലും ഒരു 2-3 വേണല്ലേ. ഞാൻ കുറച്ചൊക്കെ ചോദിച്ചു. റിപ്ലൈ വേണം കേട്ടോ. ഫേവറേറ്റ് മൂവി ഏതാ, ഫേവറേറ്റ് ആപ്പ് വാട്സാപ്പ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ Q&A എടുത്തിരുന്ന മൈക്കൊക്കെ അടി പോയിട്ട് ലാസ്റ്റത്തെ കുറച്ച് ക്ലിപ്പ് സൗണ്ട് കുറവാട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ചെയ്ത ക്ലിപ്പ് നമുക്ക് എന്താ എഡിറ്റ് ചെയ്യാനൊന്നും കഴിയുന്നില്ല, എറർ കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ Q&Aയിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്നല്ല എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ ഇൻഷാല്ലാ അടുത്തൊരു 200K ഒക്കെ ആകുമ്പോൾ അടുത്ത Q&A വെക്കുന്നുണ്ട് വിത്ത് മമ്മി ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് അടിപൊളിയാക്കി ചെയ്യാം. ഏതായാലും ഈ Q&A കണ്ടവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് നന്ദി. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 97.8K ഉള്ളൂ. 100K ആകുമ്പോൾ ഇത് പോസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കൂടെ നിന്നതിനും കൂടെ നിൽക്കുന്നതിനും ഇനി കൂടെ നിൽക്കാനും വേണ്ടിയിട്ട് താങ്ക്സ്. ഒരുപാട് നന്ദിയുണ്ട് ഇതുവരെ നിന്നതിനും സപ്പോർട്ട് ചെയ്തതിനും. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല, ഞങ്ങളുണ്ടെങ്കിൽ നിങ്ങളുണ്ടോ.
നിങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോ. പിന്നെ നമ്മൾ Q&A കമൻറ്റും കാര്യമൊക്കെ നമ്മൾ ഒറിജിനൽ റിപ്ലൈ ആണ് തന്നത്. ഇനി അതിൽ ഡൗട്ടോ കാര്യങ്ങളോ ഇനി ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടും കേട്ടോ. അപ്പോൾ എനിവേ താങ്ക് യു. ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് വെൽ. ഹാവ് എ നൈസ് ഡേ. ബൈ. ലവ് യു.